ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നേക്കുന്നത് ഒരു ക്യാമറയാണ്. DJI ആക്ഷൻ 5 Pro അഡ്വഞ്ചർ കോംബോ, ഒരു ആക്ഷൻ ക്യാമറ. സോ കുറേ നാളായിട്ട് ഞാനിത് വാങ്ങണം, ഒന്ന് റിവ്യൂ ചെയ്യണം, ഉപയോഗിക്കണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് ഡേ വ്ളോഗിങ്ങിനും പിന്നെ നൈറ്റ് വ്ളോഗിങ്ങിനൊക്കെ ഏറ്റവും ബെസ്റ്റ് ഒരു ക്യാമറയാണ്. സോ ഇതല്ലാതെ തന്നെ വേറൊരു ക്യാമറ ഉണ്ട്, DJI Osmo Pocket 3 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചെറിയ ഗിംബലൊക്കെ ആയിട്ടുള്ള ക്യാമറ. സോ ദാറ്റ് ഫങ്ഷൻ ക്യാൻ ബി ഡൺ ഇൻ യുവർ മൊബൈൽ ഫോൺസ് ആൻഡ് ഓൾ. ഞാൻ ഉപയോഗിക്കുന്ന ഐഫോണാണ്, അപ്പോൾ അതിൻ്റെ അകത്ത് അത് പറ്റുമെന്ന് ആണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഫങ്ഷൻ നമുക്ക് ആക്ഷൻ ക്യാമറ തന്നെ വേണം, അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചത്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് രണ്ട് ടൈപ്പ് ക്യാമറാസ് വരുന്നുണ്ട്. ക്യാമറ ഒന്ന് തന്നെ രണ്ട് ടൈപ്പ് കോംബോസ്, ഒന്ന് നോർമൽ കോംബോ പാക്ക് വരുന്നുണ്ട്, പിന്നെ ഒന്ന് അഡ്വഞ്ചർ കോംബോ. ഇപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഉള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ അകത്തുള്ളത് ഫസ്റ്റ് ആക്സസറീസ് നമുക്ക് തുറന്നു നോക്കാം. ആക്സസറീസിൽ വരുന്നത് ഫസ്റ്റ് ഒരു മാഗ്നറ്റിക് മൗണ്ടാണിത്. കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല. ഇതൊരു മാഗ്നറ്റിക് മൗണ്ട് വരുന്നുണ്ട്. ദെൻ USB-C ടൈപ്പ് കേബിൾ. ദിസ് ക്യാൻ ബി ഫോർ ചാർജിങ് ആൻഡ് ഫയൽ ട്രാൻസ്ഫർ, അതും വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഈ അഡ്വഞ്ചർ കോംബോയുടെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വലിയൊരു ബാറ്ററി കേസ് വരുന്നുണ്ട്, റീചാർജബിൾ കേസ്. ഇതിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് 3 ബാറ്ററീസ് നമുക്ക് കിട്ടും. ബാക്കിയുള്ളതിൽ ഒറ്റ സിംഗിൾ ബാറ്ററി ആയിരിക്കും കിട്ടുക. ഇതിൻ്റെ അകത്ത് നമുക്ക് 3 ബാറ്ററീസ് കിട്ടും. 1950 mAh ബാറ്ററിയാണ്, 1950 mAh. സോ ലോങ് അവേഴ്സ് ഓഫ് ഷൂട്ടിങ് നമുക്ക് ഇതിൻ്റെ അകത്ത് പോസിബിളാണ്. അപ്പോൾ ഇത് വളരെ സ്ലീക്ക് മോഡലാട്ടാ, ചെറിയ ടൈപ്പാണ്, നമുക്ക് കയ്യിലൊക്കെ കൊണ്ടുനടക്കാൻ പറ്റിയതാണ്. ഈ സ്റ്റിക്കേഴ്സാണ്, DJIയുടെ ഒരു സ്റ്റിക്കറുണ്ട്, വേറെ ഇതിൻ്റെ DJIയുടെ തന്നെയാണ് പലതരത്തിലുള്ള സ്റ്റിക്കേഴ്സ് അതിൻ്റെ ഒപ്പം വരും. ദെൻ DJIയുടെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണത്. അത് പ്രീമിയം വേണമെന്നുണ്ടെങ്കിൽ പ്രീമിയം ചെയ്യാൻ തോന്നുന്നുണ്ട്, നോക്കിയിട്ടില്ല ഞാൻ, എനിക്ക് നോട്ട് ഷുവർ, നോക്കിയിട്ട് ഉറപ്പുവരുത്തണം. ഇത്രയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ദെൻ പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ ദിസ് വൺ, അപ് ടു 1.5 മീറ്റേഴ്സ് എക്സ്റ്റെൻഡബിൾ റോഡാണ്, സെൽഫി സ്റ്റിക്ക്. എൻ്റെ പടം ഷൂട്ട് ചെയ്യാൻ എനിക്ക് വേറെ ആരും സഹായം വേണ്ട, എനിക്ക് തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഐ തിങ്ക് അത് നല്ലോണം എക്സ്റ്റെൻഡ് ചെയ്യാം. സോ ലൈറ്റ് വെയ്റ്റ് ആണ്. പിന്നെ അതിൻ്റെ അടുത്ത ഫീച്ചർ ട്രൈപോഡ് മൗണ്ട് ചെയ്യാനുള്ള ത്രെഡ് ഉണ്ട് ഇതിൻ്റെ ബാക്കിൽ. അപ്പോൾ ട്രൈപോഡ് നമുക്ക് മൗണ്ട് ചെയ്യാൻ പറ്റും. സൂപ്പർ കൂളാണിത്, ലൈറ്റ് വെയ്റ്റ്, റിയലി കൺവീനിയൻറ്റ് യൂസ്. ഇനി മെയിനായിട്ട് നമ്മളെ ക്യാമറ ആക്ഷൻ 5 Pro ക്യാമറയുടെ പ്രൊട്ടക്ടർ കേസ്, നല്ല ഹാർഡ് പ്രൊട്ടക്ടർ കേസാണ്, മെറ്റലാന്ന് തോന്നുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് എന്താണ്, മൈക്ക്, ഇത് ട്രൈപോഡിൽ കണക്ട് ചെയ്യാനുള്ള ബോൾസാണ്. ഇതെന്താ, വീണ്ടും മൗണ്ടിങ്, ഇത് മൗണ്ട് ചെയ്യാനുള്ള സാധനമാണ്. നമുക്കിത് എവിടെ വേണമെങ്കിലും മൗണ്ട് ചെയ്ത് വെക്കാം, കാറിലോ അങ്ങനത്തെ. ഇതൊരു ഗ്ലൂ ടൈപ്പാണ്, ടേബിളിലൊക്കെ മൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്നു തോന്നുന്നുണ്ട് സാധനം. അഗെയിൻ വീണ്ടും ഒരു മാഗ്നറ്റിക് മൗണ്ട്. ഇത് മാഗ്നറ്റിക് ആണ് ഈ മൗണ്ട്, ക്യാമറയിൽ ജസ്റ്റ് വെച്ച് കൊടുത്താൽ മതി, അവിടെ ഇരിക്കും. നമുക്ക് വീണ്ടും തുറന്ന് നോക്കാം. എന്താണ് നമ്മളുടെ ക്യാമറയുടെ പ്രത്യേകത. ഇതാണ് ആക്ഷൻ 5 Pro, ഏറ്റവും ലേറ്റസ്റ്റ് ക്യാമറയാണിത്. ഇതിന് മുന്നത്തെ 4 എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമറ വരുന്നത്, പുതിയ സെൻസേഴ്സും കാര്യങ്ങളൊക്കെയാണ്. സോ അത് തുറന്ന് മൗണ്ട് ചെയ്യാനുള്ളത് നോക്കാം. വലിയ സ്ക്രീനാണ് ഇതിൻ്റെ അകത്ത്, ബാറ്ററി കേസിൻ്റെ ഇത് ഉണ്ട്.
സോ നമുക്കൊരു ബാറ്ററി ഇട്ട് നോക്കാം. ബാറ്ററി എടുക്കുക, ഇതിൻ്റെ അകത്തേക്ക് ഇടുക. 0.3 സെക്കൻഡ്സിൽ ഇത് സ്റ്റാർട്ട് ഔട്ടാ. സംഭവം സ്റ്റാർട്ടായി. പടപടാന്ന് പറഞ്ഞ പരിപാടി കണക്കാം. നമ്മളൊരു എന്തെങ്കിലും ഒരു സാധനം പെട്ടെന്ന് ഷൂട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഷൂട്ട് ചെയ്യാം. നിങ്ങൾക്ക് കാണുന്നുണ്ട് ഒരാൾ മുന്നേ ഇരിക്കുന്നുണ്ട്, ക്യാമറാമാൻ. അപ്പോൾ അങ്ങനെ ഇതിനൊരു ഗുണമുണ്ട്. സഡനായിട്ട് ഇത് ഭയങ്കര ഫാസ്റ്റാണ് ഇതിൻ്റെ പരിപാടി. നമുക്ക് പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അമർത്താം. ക്യാമറ ഓഫാണെങ്കിൽ കൂടി ഇത് അമർത്തി കഴിഞ്ഞാൽ റെക്കോർഡിങ് കഴിയും. വീണ്ടും ക്യാമറ 3 സെക്കൻഡിനുള്ളിൽ ഓഫായി പോകും. പരിപാടി കഴിഞ്ഞ്. സോ നമ്മൾ ഈ ഈവൻ ക്യാമറ ഓഫാണെങ്കിൽ കൂടി ഒരു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 0.3 സെക്കൻഡ്സിനുള്ളിൽ ഇത് റെക്കോർഡിങ് സ്റ്റാർട്ടാവും. ഇതൊക്കെ മിക്കവാറും സംഭവം സാധനം കിടുവാണ്. ഇത് ഊരിയെടുക്കാൻ ജസ്റ്റ് ഇവിടെ പ്രസ് ചെയ്യുക, വലിക്കുക. വമ്പം മാഗ്നറ്റ് കണ്ടാ, നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. സൂം. വാ, അടിപൊളി. ദെൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് എടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് ഫിറ്റ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ അകത്ത് മൈക്ക് കണക്ട് ചെയ്യാനും പറ്റും കേട്ടോ. ഇത് പറഞ്ഞില്ലല്ലോ. ഇത് ഇതിൻ്റെ അല്ല, 2 ത്രെഡ് ഉണ്ട്. സംഭവം സെറ്റായി. ഇനി ഇത് ഊരിയെടുക്കണം എന്നുണ്ടെങ്കിൽ അധികം പണിയില്ല. ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് ക്യാമറ ഇത് വന്ന് ഡിറ്റാച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് പ്രസ് ഹിയർ. പറഞ്ഞില്ലല്ലോ. ജസ്റ്റ് പ്രസ് ഹിയർ, ഡിറ്റാച്ച്. ഇത് ഇതേപോലെ തന്നെ ഉണ്ടാവും. മനസ്സിലായില്ലേ എൻ്റെ സംഭവം? വീണ്ടും ഇത് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെയിം തന്നെ കണക്റ്റായി. ഇനി എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യുക, ഷൂട്ട് ചെയ്യുക. സെൽഫി പോലെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ഷൂട്ട് ചെയ്യാം. ഹലോ, ഷൂട്ട് ചെയ്ത് നോക്കാം നമുക്ക്. സ്റ്റാർട്ട് റെക്കോർഡിങ്. വാ, കാണണ്ട നിങ്ങൾക്ക്? നൈസായിട്ട് ഇത് പരിപാടി. നൈറ്റ് വിഷനൊക്കെ കിട്ടുവാണ് ഇതിൻ്റെ അകത്ത്. പിന്നെ അടുത്ത ഇതിൻ്റെ അകത്തൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളിത് ഡിറ്റാച്ച് ചെയ്തല്ലോ, ഇനി വേണമെങ്കിൽ നമുക്കിത് വേർട്ടിക്കലിയും ഷൂട്ട് ചെയ്യാൻ പറ്റും. വെർട്ടിക്കലി എങ്ങനെ ഷൂട്ട് ചെയ്യാമെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം. സോ കേസ് വളരെ എളുപ്പമാണ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് നേരെ ഒന്ന് എക്സ്റ്റെൻഡ് ആവും. സോ നേരെ അതിൻ്റെ അകത്തേക്ക് ഇടുക. കറക്റ്റായതിന് ശേഷം കേസ് നമ്മൾ ക്ലോസ് ചെയ്ത്. രണ്ടും വേറെ മൗണ്ടാണ്. ഒരെണ്ണം ക്യാമറയിൽ ഫിറ്റ് ചെയ്യാനുള്ള മൗണ്ടാണ്. അത് നമുക്ക് വേണമെങ്കിൽ ഫുൾ ടൈം ഇതുമ്പോൾ തന്നെ വെച്ചുകൊണ്ടിരിക്കുക. ഈ മൗണ്ട് ഇവിടെ ഫിറ്റായി. ദെൻ ഈ മൗണ്ട് നമുക്ക് ഇതുമ്പോൾ ഫിറ്റ് ചെയ്യാം. സോ 2 മൗണ്ട് ഫിറ്റായി. ഇനി ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, നമുക്കിത് വേർട്ടിക്കലി ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാണ്. ഇപ്പം നമുക്ക് വേർട്ടിക്കലി ഷൂട്ട് ചെയ്യാനുള്ളതായി. ഇത് ഇവിടുന്ന് പിടിക്കണമെന്നില്ല. ഈ സാധനം ഇവിടുന്ന് ഊരിയെടുക്കാം, നേരെ ഇപ്പുറത്തിടുക, മറ്റൊന്നും ഷൂട്ട് ചെയ്യാം. അതാണ് ഇതിൻ്റെ ബെനിഫിറ്റ്. സോ ഇതൊക്കെയാണ് നമ്മളടുത്തുള്ളത്. സാധനം മജയാണ്. ഇനി ഇത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞാൻ അറിയിക്കാം എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടികൾ എന്നൊക്കെ ഉള്ളത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് ബിലോ. ഇതിൻ്റെ അകത്ത് എങ്ങനെ ഉണ്ടാവും സെൽഫി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ? സംഭവം അടിപൊളിയാട്ടാ. കാണാൻ എന്താ ലുക്കല്ലേ? കാണണല്ലേ? ഓക്കെ. നൈറ്റ് വിഷനും ഇതിൻ്റെ അടിപൊളിയാണ്. ബൈ.